റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയിലെ ഒരു നേതാവിന് നിയമനം. SIO മലപ്പുറം മുൻ ജില്ലാ പ്രസിഡന്റ് KK അഷറഫിനെയാണ് സ്റ്റാഫിലെടുത്തത്. നിലവിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അഷറഫ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. ഓഫീസ് അറ്റൻഡന്റ് പദവിയിലാണ് അഷറഫിന് നിയമനം നൽകിയിരിക്കുന്നത്. സ്റ്റാഫിൽ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് MSF നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുന്നതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ നിയമനം. സർക്കാർ ഉത്തരവ് റിപ്പോർട്ടറിന് ലഭിച്ചു. പദവിക്ക് അനുയോജ്യനായതുകൊണ്ടാണ് നിയമിച്ചതെന്നാണ് മന്ത്രിയുടെ വിചിത്ര വിശദീകരണം. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, യൂത്ത് ലീഗ് ആണെങ്കിലും ശരി, MSF ആണെങ്കിലും ശരി, അവരൊക്കെ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിനെ മുസ്ലിം ലീഗ് തങ്ങളുടെ മന്ത്രിയുടെ ഒരു വകുപ്പിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ നിയമിക്കുന്നത്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ എങ്ങനെ ചേർന്നു പോകും എന്നുള്ള വലിയ രാഷ്ട്രീയ ചോദ്യം നിലനിൽക്കുന്നിടത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ ലീഗ് മന്ത്രി തൻ്റെ സ്റ്റാഫിൽ നിയമിക്കുന്നത്. അത് MSFനെ മറികടന്ന്, യൂത്ത് ലീഗിനെ മറികടന്ന്. എന്താണ് വിശദീകരണം റഹീസ് റഷീദ്? അരുൺകുമാർ, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ ഓഫീസിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ സ്റ്റാഫിൽ എടുത്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി നേതാവെന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന SIOയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന KK അഷ്റഫിനെയാണ് ഓഫീസ് അറ്റൻഡന്റ് പദവിയിലേക്ക് നിയമിച്ച സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും അഷ്റഫ്. വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു തൊട്ടു മുമ്പ് വരെ അഷ്റഫ്. ആ അഷ്റഫിനെ എങ്ങനെ മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിലേക്ക് വന്നു എന്നതാണ് ചോദ്യം. അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് നേരത്തെ അരുൺകുമാർ പറഞ്ഞ മുസ്ലിം യൂത്ത് ലീഗിന്റെ നിരവധി ആളുകളുടെ ലിസ്റ്റ് സ്റ്റാഫിൽ കയറ്റാൻ വേണ്ടി പല നേതൃത്വങ്ങൾ നൽകിയിരിക്കുന്നു. MSF നേതൃത്വങ്ങൾ പലപ്പോഴായി, ഇവരിപ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായ ഷെരീഫ് കുറ്റൂറൊക്കെ പരസ്യമായി തങ്ങൾ കൊടുത്ത ആളുകളെ നിയമിച്ചില്ല എന്ന തരത്തിൽ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അത്തരം പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊണ്ടോട്ടിക്കാരനായ, അവിടുത്തെ പ്രാദേശികമായി ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായ ഒരാൾ മന്ത്രി ഓഫീസിലേക്ക്, ഓഫീസ് അറ്റൻഡർ എന്ന പദവിയിലേക്ക് വരുന്നത് എന്നതാണ് ആശ്ചര്യകരമായ കാര്യം. നമ്മൾ മന്ത്രി എൻ ഷംസുദ്ദീനോട് തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, ബയോഡേറ്റ കിട്ടി, അതിൽ അനുയോജ്യനാണ്, ഈ പദവിയിലേക്ക് അനുയോജ്യനാണ് എന്ന് തോന്നിയത് കൊണ്ട് നിയമനം നൽകിയത് എന്നാണ് പറഞ്ഞത്. ഇതിൽ പലതരത്തിൽ പാർട്ടിക്കകത്ത് എതിർപ്പ് ഉയരുന്നുണ്ട്. കാരണം ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ MSFന്റെ സംസ്ഥാന ട്രഷററായ അസർ പെരുമുക്ക് കുറച്ചു മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ഫിറോസ് എന്ന പേരുള്ള MSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വിഗ്ഗി ഓടി അന്നത്തെ ഉപജീവന മാർഗം നടത്തുന്ന ഒരു പടമാണിട്ടത്. ആ ചെറുപ്പക്കാരൻ കൊല്ലം ജില്ലക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ മന്ത്രിമാരുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിൽ എടുക്കണമെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശയുണ്ട്, MSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ശുപാർശയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വരെ ആ ഫിറോസ് എന്ന സ്വിഗ്ഗി ഓടുന്ന MSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് ഒരു പ്യൂൺ പോസ്റ്റിൽ പോലും നിയമനം കിട്ടിയിട്ടില്ല. ആ സമയത്താണ് എൻ ഷംസുദ്ദീന്റെ ഓഫീസിൽ SIOയുടെ നേതാവായ, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക മുഖമായ ഒരാൾക്ക് നിയമനം നൽകിയത് എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. റഹീസ് റഷീദ്, ഒരു പ്രേക്ഷകൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ലീഗിന് സ്വന്തം മകനെ പോലെയാണ് എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. MSFകാരും യൂത്ത് ലീഗുകാരും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അവരെ മറികടന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിനെ, ഇപ്പോൾ അതും SIOയുടെ നേതാവിനെ, വെൽഫെയർ പാർട്ടിയുടെ നേതാവിനെ ഇപ്പോൾ മുസ്ലിം ലീഗിൽ മന്ത്രി തൻ്റെ മന്ത്രിസഭയിലെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുക്കുന്നത് എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ.